അമേരിക്കയും ലോകത്തെയും ഞെട്ടിപ്പിച്ച ഒരു പ്രഖ്യാപനമാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. തങ്ങളുടെ കൈവശത്തിൽ ബങ്കർ ബസ്റ്റർ ബോംബ് ഉണ്ട് എന്നുള്ളതാണ്. തങ്ങളത് നിർമ്മിക്കുകയും സൂക്ഷിക്കുകയും വേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ പാകത്തിൽ സജ്ജമാക്കി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളോട് കളിക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള പ്രത്യാക്രമണം തങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവും എന്ന് ഇറാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. അഥവാ അമേരിക്കയുടെ കൈവശത്തിലുള്ള ബങ്കർ ബസ്റ്ററിൻ്റെ സാങ്കേതിക വിദ്യ ഇറാൻ ചോർത്തിയിരിക്കുന്നു എന്ന്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്ന അത്ഭുതങ്ങൾ, എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഇറാൻ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ആദ്യ കാലത്തൊക്കെ ഏറെക്കുറെ ചെറിയ തരത്തിൽ ഈ സംശയം പ്രകടിപ്പിക്കുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്ത സംഭവങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിട്ട് ഇറാൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നു എന്നുള്ളതാണ്. അഥവാ GBU-39 ഇതിൻ്റെ ഭാരം 130 കിലോഗ്രാമാണ്. 8 മീറ്റർ ഭൂമി തുരന്ന് തായ് ഭാഗത്തേക്ക് പോകാൻ വേണ്ടി സാധിക്കും. അമേരിക്കയാണ് ഇതിൻ്റെ നിർമ്മിച്ചതും മറ്റുള്ളവർക്ക് നൽകുന്നു അവരാണ്. അവരുടെ അണ്ടറിൽ മാത്രമാണ് ഇത് നിർമ്മിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തത്. എങ്ങനെയാണ് ഇവിടെ നിന്നാണ് സാങ്കേതിക വിദ്യയുടെ ചോർച്ച ഉണ്ടാവുന്നത്? ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വലിയ രീതിയിലുള്ള ഉപരോധമുള്ള രാജ്യമാണ്. ഏതെങ്കിലും ഒരു രാജ്യം ഇറാന് ആയുധം നൽകുകയാണെങ്കിൽ അപ്പം തന്നെ ആ രാജ്യത്തെയും ഉപരോധിക്കുന്ന രീതി 1980 ശേഷം തുടർന്നു കൊണ്ടേ നിലനിൽക്കുന്നതാണ്. ഇപ്പോഴും അത് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ രാജ്യങ്ങൾ, രണ്ടാം ലോക യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ശക്തരായിരിക്കുന്ന രാജ്യങ്ങൾ ഇറാന് ആയുധം കൃത്യമായ രീതിയിലുള്ള സാധാരണ മറ്റു രാജ്യങ്ങൾ വിൽപ്പന നടത്തുന്ന പോലെ വിൽപ്പന നടത്താറില്ല. പക്ഷെ അവിടെ കൈവശത്തിൽ ആയുധങ്ങളുണ്ട്. അത് കൂടുതലും അവർ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുകയും പിന്നീട് അത് പുനരാവിഷ്കരണം നടത്തിക്കൊണ്ട് പുനർനിർമ്മിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണ ഇതിൽ ഇറാൻ ചെയ്യാറുള്ളത്. ബങ്കർ ബസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ആ അറിവ് അജ്ഞാതമാണ് എന്നായിരുന്നു ലോകം കണക്ക് കൂട്ടിയത്. പക്ഷേ ഇപ്പോൾ അത് കൃത്യമായിരിക്കുന്നു, ഇറാൻ്റെ കൈവശത്തിൽ അതുണ്ട് എന്നുള്ളത്. പറയുന്നത് ഇങ്ങനെയാണ്: 2025 നവംബർ മാസം 24 ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ലെബനാനിലെ ബെയ്റൂത്ത് നഗരത്തിലെ ഹാരത്ത് മേഖലയിൽ പലതരത്തിലും ഈ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഉപയോഗിച്ചത് JBU-39 എന്ന ബങ്കർ ബസ്റ്റർ ബോംബാണ്. എന്നാൽ അതിലുള്ള ഒരു ബോംബ് പൊട്ടാതെ കിടന്നതോടുകൂടി അത് വലിയ രീതിയിലുള്ള വിഷയമായി. പൊട്ടിത്തെറിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായി. മാത്രവുമല്ല, പൊട്ടാത്ത ഒരു ബോംബ് എങ്ങനെ അവിടെ എത്തി എന്നുള്ളൊരു വിഷയം, പൊട്ടാതെ ഇരിക്കാനുള്ള കാരണം എന്ത് എന്നൊരു വിഷയം ഉണ്ടായി. അതോടനുബന്ധിച്ച് അമേരിക്ക അത് പൊട്ടിത്തെറിച്ചു. അമേരിക്ക പറഞ്ഞത് എന്താണെന്നറിയോ? ആ ബോംബ് തിരിച്ചു വേണം. അത് ഇസ്രായേലിനോടും പറഞ്ഞു, കാരണം ഇസ്രായേലിനാണ് അമേരിക്ക കൊടുത്തത്. പിന്നീട് ലെബനാനോടും പറഞ്ഞു. ലെബനാൻ എന്ന് പറഞ്ഞാൽ ലെബനാൻ്റെ സർക്കാരല്ല, അവിടുത്തെ ഹിസ്ബുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇറാൻ്റെ മിലീഷ്യയാണ്. അതൊരു പ്രോക്സി വിഭാഗമായിരിക്കുന്ന വിമത പക്ഷമാണ്. അത് ആ ഒരു സൈനിക ട്രൂപ്പായിട്ട് നിലനിൽക്കുകയാണ്. അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമിച്ചത്. പക്ഷെ അത് പൊട്ടാതെ കിടന്നു. എന്നാൽ വല്ലാതെ കഴിയുന്നതിന് മുൻപ് ഈ പറയപ്പെട്ട ബങ്കർ ബസ്റ്റർ എന്ന് പറയുന്ന JBU-39 ബോംബ് അപ്രത്യക്ഷമായി. അതോടുകൂടി റൂട്ട് മാറി സഞ്ചരിച്ചു. അതേക്കുറിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും എവിടെയും എത്തും പിടിയും കിട്ടിയിട്ടില്ല. അതിൻ്റെ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ഈ ബങ്കർ ബസ്റ്റർ ബോംബ് ഏതോ തരത്തിൽ ഇറാനിലെത്തി എന്ന് ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്തു. പിന്നീട് അതിന് വലിയ പ്രാധാന്യമില്ലാതായി. കാര്യം എന്ന് പറഞ്ഞാൽ ഗസക്കകത്ത് വീണ്ടും വിഷയങ്ങളായി, ലെബനാൻ്റെ അകത്ത് വിഷയങ്ങളുണ്ടായി. ലെബനാനിൽ പിന്നീട് അവിടുത്തെ സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ വാർത്തകൾ മറ്റു തരത്തിൽ നീങ്ങിയതോടുകൂടി ഈ പറയപ്പെട്ട ബങ്കർ ബസ്റ്ററിൻ്റെ ചർച്ച ഇല്ലാതെ പോയി. ഈ ബോംബ് എന്ന് പറയുന്നത് JBU-39 എന്ന് പറയുന്നത് അമേരിക്ക പല രാജ്യത്തിനും വിൽപ്പന നടത്തിയിട്ട് അതിലൊരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ആരുടെയൊക്കെ കൈവശത്തുണ്ടോ നോക്കാം: ഇറ്റലി, നെതർലാൻഡ്, സൗദി, കൊറിയ, സ്വീഡൻ, ഉക്രൈൻ, നോർവേ, പോളണ്ട്. ഈ രാജ്യങ്ങൾക്കൊക്കെ അമേരിക്ക വിൽപ്പന നടത്തിയിട്ടുണ്ട്.
വിൽപ്പന നടത്തിയതിലെ സാങ്കേതികത അല്ലെ സാങ്കേതികമായിരിക്കുന്ന വിദ്യ അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ആന്തരികമായി ഇവർ നിർമ്മിക്കുന്ന വസ്തുക്കൾ മറ്റു രാജ്യത്തിന് വിൽപ്പന നടത്തുന്ന സമയത്ത് കുറച്ച് മോഷ്ടിച്ച് വെക്കുക, അതല്ലെങ്കിൽ അത്ര നൽകാതിരിക്കുക എന്നുള്ള പ്രവൃത്തി ചിലതിലൊക്കെ അമേരിക്ക ചെയ്യാറുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം സൗദി അറേബ്യക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പരാതി നൽകിയപ്പോൾ അതിൻ്റെ അത്ര സാങ്കേതിക വിദ്യ നൽകാത്ത രീതിയിലാണ് പിന്നീട് വിൽപ്പന നടത്താൻ വേണ്ടി തീരുമാനിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങൾ നടന്നിരുന്നു. ഏതായാലും ഈ രാജ്യങ്ങളുമായിട്ട് അമേരിക്കയ്ക്ക് ഒരു കരാറുണ്ട്. ആ കരാറിൽ പറയുന്നത് മറ്റേതെങ്കിലും രാജ്യങ്ങൾക്ക് നിങ്ങൾ വിൽപ്പന നടത്തുകയാണെങ്കിൽ വിൽപ്പന നടത്താൻ പാടില്ല, മറ്റേതെങ്കിലും രാജ്യത്ത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഞങ്ങളത് അറിയണം, ഞങ്ങളോട് പറയാത്ത രീതിയിൽ മറ്റൊരു രാജ്യത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു കരാറുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലാണെങ്കിൽ ഈ പറയപ്പെട്ട ഒരു രാജ്യം ഇറാന് നൽകില്ല എന്നുള്ള ഉറപ്പാണ്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ JBU-39 അത് 130 കിലോഗ്രാം ഭാരം വഹിക്കാൻ ശക്തിയുള്ളതാണ്. എന്നാൽ JBU-57 അതിൻ്റെ ഭാരം 13,600 കിലോഗ്രാമാണ്. JBU-57 MOP എന്നാണ് പറയുന്നത്, മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ. ഈ സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ജ്യേഷ്ഠനായിട്ട് വരും, അതിലെ ഏറ്റവും നൂതന സംവിധാനമായിട്ട് വരും. ഇവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അത് ഇറാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അവരുടെ കൈവശത്തിൽ ലഭിക്കുന്ന ഈ സാങ്കേതിക സംവിധാനത്തെ പൊളിച്ചുകൊണ്ട് ബൈബാക്ക് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്, ഒരു പ്രവൃത്തിയുണ്ട്. സാങ്കേതിക വിദ്യ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പുനർനിർമ്മിക്കപ്പെടുക എന്നുള്ളത്. ആ പ്രവൃത്തിക്ക് വിധേയമായി ഇപ്പോൾ 13,600 കിലോമീറ്റർ 13,600 കിലോ ഉള്ള JBU-57 ബങ്കർ ബസ്റ്റർ എന്ന് പറഞ്ഞാൽ 60 മീറ്റർ ഭൂമി തുരന്നുകൊണ്ട് തായ്ഭാഗത്ത് പോയിട്ട് പൊട്ടിത്തെറിക്കാൻ ശക്തിയുള്ളതാണ്. ഹെവി ബങ്കർ ബസ്റ്റർ എന്നാണ് അതിന് പറയുന്നത്. JBU-39 എന്ന് പറഞ്ഞാൽ 8 മീറ്ററാണ്, ഭൂമി തുറന്നു പോവുക. ഇതാണെങ്കിൽ 60 മീറ്ററാണ്. അപ്പോൾ എത്രത്തോളം ഇരട്ടിയാണെന്ന് നോക്കണം. അപ്പോൾ ഇവർ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ, ഇത് പരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അമേരിക്ക ഇത് പരീക്ഷിച്ചത് ഇറാനിൽ തന്നെയാണ്. അത് ഈ ഇറാനും ഇസ്രായേൽ തമ്മിൽ യുദ്ധമുണ്ടായിരുന്ന അവസാനത്തെ ദിവസം ഫോർദോ നതൻസ് ഈ ഇസ്ഫഹാൻ എന്ന് പറയുന്ന ആണവായുധ സാങ്കേതിക വിദ്യ ഉള്ള ആ സംവിധാനം നിർമ്മിക്കപ്പെടുന്ന ഏരിയയിൽ ഈ പറയപ്പെട്ട 13,600 കിലോഗ്രാം ഭാരമുള്ള JBU-57 എന്ന് പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബ് പരീക്ഷിച്ചു. എന്നാലോ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതിന് എത്രത്തോളം ശക്തി ഉണ്ട് എന്നത് മനസ്സിലാക്കിയിട്ട് അതിന് ഒരു ബദൽ സംവിധാനം ഇറാൻ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. 2025 ജൂൺ മാസം 22-നാണ് ഇറാനിൽ ഈ ആക്രമണം നടത്തിയത്. 3 മേഖല കേന്ദ്രീകരിച്ചു. കംപ്ലീറ്റ് തകർന്ന് തരിപ്പണമായി എന്നൊക്കെ നമ്മുടെ മലയാള ചാനലിൻ്റെ വലിയ പ്രാധാന്യത്തോട് റിപ്പോർട്ട് വന്നതാണ്. മാത്രമല്ല ആണവായുധം ചോർന്ന് ഒലിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ള നാശവും മരണവും അവിടുന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെന്നും കടലാസും എടുത്തുക്കാൻ ഇങ്ങനെ ഇരുന്നതാണ് പല പത്രക്കാരും. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. എന്താണ് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത്? ഗൈഡഡ് ബോംബ് യൂണിറ്റ് എന്നാണ് ഇപ്പോൾ ഇതിന് പറയുന്നത്, JBU. അത് എന്താ ഈ JBUവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവർ മാർഗം കാണിച്ചു കൊടുത്താൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കുന്ന ബോംബ് സംവിധാനം. അതിന് ചില സമയത്തൊക്കെ GPS ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണൊക്കെ ചെയ്യുക. നമ്മൾ മൊബൈലിൽ കോൾ ചെയ്യുന്ന അത്ര ലാഘവത്തോടുകൂടി ലളിതവൽക്കരിച്ച് കൊണ്ടിട്ട് ഈ ബങ്കർ ബസ്റ്റർ ബോംബ് ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിച്ച് നാശമുണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഇറാൻ എങ്ങനെ മിസൈൽ സംവിധാനത്തിൻ്റെ സാങ്കേതികവിദ്യ കൈവശം കിട്ടി എന്ന് പറഞ്ഞാൽ 500 കിലോമീറ്റർ അല്ലെങ്കിൽ 100 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ വിലക്ക് ബ്ലാക്കിന് വാങ്ങും. 979-ലെ ഇസ്ലാമിക വിപ്ലവത്തോടനുബന്ധിച്ച് 980 പിറന്നതോടെ അമേരിക്കയും ഇസ്രായേലുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു. പിന്നീട് അവർ കൊടിയ ശത്രുക്കളായി. 2026 നമ്മൾ നിൽക്കുന്ന സമയത്തും അതിൻ്റെ തുടർച്ച ഉണ്ടാകുന്നു എന്ന് ചുരുക്കം. അപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യം, കൊറിയയിൽ നിന്നും ഈ റഷ്യയിൽ നിന്നും സോവിയറ്റ് യൂണിയനായിട്ട് അന്നും നല്ല ബന്ധമാണ്, അവരിൽ നിന്ന് 100 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ വാങ്ങിയിട്ട് അവർ ഉപയോഗിക്കുകയല്ല ചെയ്യുക, അവർ ബൈബാക്ക് ചെയ്യും, പൊളിച്ചു മാറ്റും. അതിലെ സാങ്കേതിക വിദ്യ മനസ്സിലാക്കും. സാങ്കേതിക വിദ്യ മനസ്സിലാക്കിയിട്ട് അതിൽ 100 കിലോമീറ്റർ ഉള്ളത് 200 ആക്കാൻ വേണ്ടി എന്ത് സംവിധാനം ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിച്ചതിന് ശേഷം ആ സംവിധാനം അവർ
അതിൽ പ്രയോഗിക്കും. എന്നിട്ട് പരീക്ഷണം നടത്തും. 1 2 പ്രാവശ്യമൊക്കെ പരീക്ഷണം പരാജയപ്പെടും. അത് വീണ്ടും റിപ്പീറ്റായിട്ട് ചെയ്യും. അങ്ങനെ അല്ലെങ്കിൽ പരീക്ഷണത്തിൽ വിജയിക്കും. 100 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ വാങ്ങിയിട്ട് 500 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാക്കി പരിവർത്തനം ചെയ്തിട്ട് ആ മിസൈൽ റഷ്യക്ക് തന്നെ വിൽപ്പന നടത്തിയ ഒരു വിവരം പോലും പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് ഇറാൻ്റെ കൈവശത്തിൽ 3500 കിലോമീറ്റർ കഴിഞ്ഞ് 10,000 കിലോമീറ്ററിൻ്റെ ദൂരപരിധിയുള്ള മിസൈൽ പോലും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അത് പരസ്യമായിട്ടുള്ളൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇറാനിൽ നിന്ന് വേണമെങ്കിൽ അമേരിക്കയിലെ മിയാമി എന്ന് പറയുന്ന നഗരത്തെ ആക്രമിക്കാൻ പാകത്തിലുള്ള ദൂരപരിധിയുള്ള മിസൈലിൻ്റെ നിർമ്മിതി ഇറാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. അതിൻ്റെ സാങ്കേതിക വിദ്യ ഒരു പരിധിവരെ കൊറിയയിൽ നിന്നാണ്, ബാക്കി ശേഷിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. ഇവരിൽ നിന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ പ്രവൃത്തി ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, ബങ്കർ ബസ്റ്ററിൻ്റെ സാങ്കേതിക വിദ്യ ഇറാൻ ചോർത്തി. അപ്പോൾ ഈ പറയപ്പെട്ടത് 130 കിലോഗ്രാം ആണെങ്കിൽ കിലോഗ്രാം എത്രത്തോളം ഭാരം കയറ്റാൻ പറ്റും എന്ന് അവർ പഠിച്ചു. 13,600 കിലോഗ്രാം ആണ് നിലവിൽ JBU-57 എന്ന് പറയുന്ന MOP ബങ്കർ ബസ്റ്റർ അമേരിക്കയുടെ കൈവശത്തിലുള്ളത്. ഇത് അമേരിക്കയുടെ കൈവശത്തിൽ മാത്രമേ ലോകത്തുള്ളൂ. മറ്റൊരാളുടെ കൈവശത്തിലും ഇത്രയില്ല. ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇത് വിൽപ്പന നടത്തണം. ഇത് ഇതുവരെ അമേരിക്ക വിൽപ്പന നടത്തിയിട്ടില്ല. സാങ്കേതിക വിദ്യയിലൂടെ ഇറാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറയുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഞെട്ടലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അങ്ങനെ വളരെ പെട്ടെന്ന് കീഴടക്കാൻ പറ്റില്ല എന്നുള്ളത് തെളിയിച്ചുകൊണ്ടാണ്. അതായത് ഇറാനുള്ള ആത്മവിശ്വാസം ലോകത്ത് വല്ലാത്ത രീതിയിൽ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. അമേരിക്ക എന്ന് പറയുന്ന ലോകോത്തര നിലവാരമുള്ള, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള, ആയുധ ബലമുള്ള, സാമ്പത്തിക മുന്നേറ്റമുള്ള, ലോകത്തെ മുഴുവൻ പിടിച്ചു നിർത്താൻ കഴിവുള്ള, ദിവസം മുൻപ്, ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് വരെ തട്ടിക്കൊണ്ടുപോയത്. അത്രയും സംവിധാന കാര്യങ്ങളുള്ളവർ വളരെ ശക്തിയോട് കൂടി ഒരു രാജ്യത്തെ ആക്രമിക്കാൻ വളഞ്ഞു നിന്നിട്ട്, നിങ്ങൾ ആക്രമിക്കൂ, ഞങ്ങൾ നിങ്ങളെ തിരിച്ചടിക്കുന്നത് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വിളിക്കണമെങ്കിൽ ഇവരുടെ കൈവശത്തിൽ ഇതിനേക്കാൾ വലിയ നൂതന ആയുധ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പാണ് എന്നതിൻ്റെ അടിവരയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ പ്രഖ്യാപനത്തോടു കൂടി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് എന്നുകൂടി നമുക്കിതിലൂടെ ചേർത്ത് വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.